കേരള ചരിത്രത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ തന്നെയാണത് എന്ന് പറയേണ്ടി വരും. സമകാലീനമായ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. പിണറായി വിജയൻ്റെ പ്രത്യേകത എന്താണ്? കേരളത്തിൽ 10 വർഷം തുടർച്ചയായി മുഖ്യമന്ത്രി പദവി അലങ്കരിച്ച ഏക വ്യക്തി കൂടിയാണ് അദ്ദേഹം. എന്നാൽ ഈ പിണറായി വിജയന് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ അതിലെ തൻ്റെ സഹപ്രവർത്തകരോടോ അതിലെ സാധാരണക്കാരായ അണികളോടോ യാതൊരുവിധ പ്രതിബദ്ധതയോ ആത്മാർത്ഥതയോ ഇല്ല എന്ന് പ്രേക്ഷകർക്ക് തെളിവുകൾ സഹിതം വിശദീകരിച്ച് തരുവാനായിട്ടാണ് ഈ വീഡിയോ പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി പ്രിയപ്പെട്ട പ്രേക്ഷകർ, കേരള സ്പീക്സിൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂടുതൽ പിന്തുണയ്ക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഏതൊക്കെയാണെങ്കിലും ഇനി വിഷയത്തിലേക്ക് വരാം. നമുക്കറിയാം, രാജ്യമെമ്പാടും ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരത്ത് വെച്ച് ED ഉദ്യോഗസ്ഥർക്ക് നേരെ CPMൻ്റെ അതിക്രമകാരികൾ അല്ലെങ്കിൽ ഗുണ്ടകൾ നടത്തിയ ആക്രമണം എന്ന് പറയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു? മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ്റെ വാടക വസതിയിലേക്ക്, തിരുവനന്തപുരത്തെ വാടക വസതിയിലേക്ക് റെയ്ഡിനായി എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥർ എത്തുന്നു. അവർ റെയ്ഡ് പൂർത്തിയാക്കി മടങ്ങുമ്പോൾ ആ ഉദ്യോഗസ്ഥരെയും അവർക്ക് സംരക്ഷണം ഒരുക്കുവാനെത്തിയ CRPF ഉദ്യോഗസ്ഥരെയും CPMൻ്റെ ക്രിമിനൽ സംഘം ആക്രമിക്കുകയാണ്. ഉദ്യോഗസ്ഥരെ മാത്രമല്ല, അവർ സഞ്ചരിച്ച വാഹനങ്ങൾ കൂടി ഈ ക്രിമിനൽ സംഘം തകർക്കുകയും ചെയ്തിരുന്നു. പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ നടത്തിയ 2.78 കോടി രൂപയുടെ മാസപ്പടി കൈക്കൂലി ഇടപാടുകളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനായിട്ടാണ് പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെ വസതിയിൽ എൻഫോഴ്സ്മെൻറ്റ് സംഘം റെയ്ഡ് നടത്തിയത്. ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുവാനും പിണറായി വിജയന് രാഷ്ട്രീയ പ്രതിരോധം തീർക്കുവാനും അയാളുടെ മകളുടെ വീണ വിജയൻ്റെ അഴിമതിക്ക് കുടപിടിക്കുവാനും വേണ്ടിയിട്ടാണ് CPMൻ്റെ അക്രമി സംഘം റെയ്ഡ് പൂർത്തിയാക്കി മടങ്ങിയ ഉദ്യോഗസ്ഥരെയും അവർ എത്തിയ വാഹനങ്ങളെയും ആക്രമിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 28 CPM പ്രവർത്തകരാണ് ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നത്. ഇതിൽ 1-2 പേർക്കൊഴികെ മറ്റാർക്കും ഇതുവരെയും ജാമ്യം ലഭിച്ചിട്ടുമില്ല. 50 ദിവസത്തിലധികമായി ഈ പ്രവർത്തകർ ജയിൽവാസം അനുഷ്ഠിക്കുകയാണ്. അങ്ങനെ പിണറായി വിജയൻ്റെയും മകളുടെയും സംരക്ഷണത്തിന് വേണ്ടി അവർക്ക് രാഷ്ട്രീയ പ്രതിരോധം ഒരുക്കുവാനായി ജയിലിൽ പോയി കിടക്കുന്ന, നിയമം ലംഘിച്ചതിൻ്റെ പേരിൽ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിൻ്റെ പേരിൽ ജയിലിൽ പോയി കിടക്കുന്ന ഈ പ്രവർത്തകരെ ജയിലിലെത്തി ഒന്ന് സന്ദർശിക്കുവാൻ പോലും പിണറായി വിജയൻ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, പിണറായി വിജയൻ എന്ന നേതാവ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്നത് പാർട്ടിക്കാർക്ക് പോലും താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ്. എന്നാൽ കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി CPMനെ അടക്കി ഭരിക്കുന്ന പിണറായിയെ ഈ പദവിയിൽ അദ്ദേഹം കടിച്ചു തൂങ്ങുമ്പോൾ ഇറക്കി വിടുവാൻ അവർക്ക് നിർവാഹമില്ല എന്നതാണ് സത്യം. സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് പദവിയിലിരിക്കുന്ന ഏതൊരു നേതാവാണെങ്കിലും തങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകർ ഇത്തരമൊരു വലിയ കേസിൽപ്പെടുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തീർച്ചയായും ജയിലിലെത്തി അവരെ സന്ദർശിക്കാറുണ്ട്. അത് VD സതീശനാണെങ്കിലും VS അച്യുതാനന്ദനാണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും എല്ലാം അവർ പ്രതിപക്ഷ നേതാക്കളായിരുന്നപ്പോൾ അനുവർത്തിച്ചു പോന്നിരുന്ന ഒരു രാഷ്ട്രീയ മര്യാദയാണ്. ഇവിടെ പിണറായി വിജയൻ ജയിലിൽ പോയി ഈ പ്രവർത്തകരെ സന്ദർശിക്കാത്തത് അദ്ദേഹത്തിൻ്റെ അഹങ്കാരവും ധാർഷ്ട്യവും കൊണ്ട് മാത്രമല്ല, നേരെ മറിച്ച് തനിക്കും തൻ്റെ കുടുംബാംഗങ്ങൾക്കും വേണ്ടിയുള്ള സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി കൂടിയാണ്. അതായത് ഈ പ്രവർത്തകരെ പിണറായി വിജയൻ ജയിലിലെത്തി സന്ദർശിച്ചാൽ സ്വാഭാവികമായും ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിലേക്ക് തൻ്റെ പേര് കൂടി ഈ എൻഫോഴ്സ്മെൻറ്റ് അധികൃതർ ചേർത്ത് വെക്കുമോ, കേരള പോലീസ് തനിക്കെതിരെയും കേസെടുക്കുമോ എന്നെല്ലാമുള്ള ഭയം പിണറായിക്കുണ്ട്. കേരളത്തിൽ ഒരിക്കലും അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടിയും തൻ്റെയും തൻ്റെ കുടുംബാംഗങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സഹപ്രവർത്തകരായിട്ടുള്ള അണികളായിട്ടുള്ള സർവ്വസാധാരണക്കാരായിട്ടുള്ള CPM പ്രവർത്തകരെ ജയിലിൽ സന്ദർശിക്കുവാൻ പിണറായി കൂട്ടാക്കാത്തത്. അങ്ങനെ തൻ്റെ കാര്യം, തൻ്റെ ഭാര്യയുടെ കാര്യം, തൻ്റെ മക്കളുടെ കാര്യം, അങ്ങേയറ്റം പോയാൽ തൻ്റെ മരുമകൻ്റെ കാര്യം, അതിനപ്പുറത്തേക്ക് പിണറായി വിജയൻ എന്ന അഹങ്കാരിയായ, ധാർഷ്ട്യക്കാരനായ, അഴിമതിക്കാരനായ നേതാവിന് മറ്റാരോടും പ്രതിബദ്ധതയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തി മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയുവാനുണ്ട്. അതായത് ഈ ഒരു ആക്രമണ സംഭവവുമായി ബന്ധപ്പെട്ട് ജയിൽവാസം അനുഷ്ഠിക്കുന്ന CPM നേതാക്കളിൽ പ്രധാനി എന്ന് പറയുന്നത് IP ബിനു എന്ന തിരുവനന്തപുരത്തെ പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. തലസ്ഥാന നഗരിയിലെ CPMൻ്റെ പ്രധാനപ്പെട്ട നേതാവും CPM ക്രിമിനൽ സംഘങ്ങളുടെ തലവൻ കൂടിയാണ് IP ബിനു. ഇതിനു മുമ്പ് അദ്ദേഹം ഏറെക്കാലം മുമ്പ് 10 വർഷക്കാലം മുമ്പ് അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർ കൂടിയായിരുന്നു.
ഇത്തരത്തിലുള്ള IP ബിനു 50-ലധികം ദിവസമായിട്ട് ജയിലിൽ കഴിയുകയാണ്. ED ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം നടത്തിയ സംഘത്തിലെ പ്രധാനിയായിരുന്നു IP ബിനു. IP ബിനു ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനത്തിലേക്ക് മുട്ടയെറിയുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഒളിവിൽ പോയ IP ബിനുവിനെ കേരള പോലീസ് പൊക്കുമെന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹം സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തത്. IP ബിനുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതീവ പരിതാപാവസ്ഥയാണ് എന്നതിലും തർക്കം വേണ്ട. പ്രമേഹം മൂർച്ഛിച്ച അദ്ദേഹം ശാരീരികമായും അവശനായിരിക്കുകയാണ്. കാലുകൾക്ക് മരവിപ്പ് ബാധിച്ചിട്ടുണ്ട് എന്നെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. ഈ കഴിഞ്ഞ ദിവസം IP ബിനുവിനെ ആശുപത്രിയിലേക്ക് ചെക്കപ്പിനായി കൊണ്ടുപോയപ്പോൾ കൈവിലങ്ങണിയിച്ചതിനെതിരെ പ്രതിഷേധവുമായി നിരവധി CPM നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. അവിടെയും പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവായിട്ടുള്ള CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള മുഹമ്മദ് റിയാസോ പ്രതിഷേധത്തിൻ്റെ ചെറുസ്വരം പോലും ഉയർത്തിയിട്ടില്ല എന്നതും ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കൂട്ടി വായിക്കേണ്ടതാണ്. അതായത് IP ബിനുവിനെ പോലുള്ള CPMലെ പിണറായി വിജയന് വേണ്ടി തെരുവിൽ അതിക്രമം കാട്ടിയ ഒരുത്തനെയും പിന്തുണയ്ക്കുവാനോ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനോ പിണറായി വിജയനോ കുടുംബാംഗങ്ങളോ തയ്യാറല്ല എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. IP ബിനുവും ഒപ്പമുള്ള ഈ ക്രിമിനൽ സംഘത്തിലെ CPM ഗുണ്ടകളും 50 ദിവസത്തിലധികമായി ജയിൽവാസം അനുഷ്ഠിക്കുമ്പോൾ വീണ വിജയൻ്റെ അവസ്ഥ എന്താണ് എന്നതുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. വീണ വിജയൻ ഇപ്പോഴും സുഖമായി AC മുറിയിലുറങ്ങി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് കുടുംബവുമൊത്ത് സന്തോഷകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. ഈ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു താരതമ്യം നടത്തിക്കൊണ്ട്, അതായത് കൊതുകുകടി കൊണ്ട് ജയിലിൽ കഴിയുന്ന IP ബിനുവിൻ്റെയും AC മുറിയിൽ ഉണ്ടുമുറങ്ങിയും സുഖമായി കുടുംബത്തോടൊത്ത് ജീവിതം ആസ്വദിക്കുന്ന വീണ വിജയൻ്റെയും ജീവിതാവസ്ഥകൾ തമ്മിൽ ഒരു താരതമ്യം നടത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം BJPയുടെ ശ്രദ്ധേയനായ യുവ നേതാവും ചാനൽ ചർച്ചകളിലെ മിന്നൽ താരവുമായ യുവരാജ് ഗോകുൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെക്കുകയും അത് വൈറലാകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ തന്നെ IP ബിനുവിൻ്റെ പഴയകാല സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമെല്ലാം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ദുരവസ്ഥയെ പരിതപിച്ചുകൊണ്ടും അതിനെ പാർട്ടിയെ ഒരു പരിധിവരെ കുറ്റം പറഞ്ഞുകൊണ്ടും ഒരു സഹതാപ തരംഗം സൃഷ്ടിക്കുവാനായി നിരവധി പോസ്റ്റുകൾ പങ്കുവെക്കുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും പിണറായി വിജയൻ എന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം IP ബിനുവോ കൂടെ കിടക്കുന്ന 10-25 പേരുമോ ഒരു പ്രശ്നമേ അല്ല. ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മകൾ, മകൻ, മരുമകൻ, കൊച്ചുമകൻ എന്ന നിലയിലുള്ള കുടുംബത്തിൻ്റെ സംരക്ഷണം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം. ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു കാര്യം കൂടി പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. അതിനു മുമ്പായി നമുക്കൊരു ചെറിയ ദൃശ്യം കണ്ടു നോക്കാം. കഴിഞ്ഞ ദിവസം രാത്രി 1.25 മണിക്കൂർ വൈദ്യുതി ഇല്ലാതെ കഴിയേണ്ടി വന്നവനാണ് ഞാൻ. എൻ്റെ വീട്ടിൽ 1.25 മണിക്കൂറാണ് വൈദ്യുതി ഇല്ലാതായത്. ഇത് എനിക്ക് മാത്രമല്ല, ഒരുപാട് ആളുകൾക്ക് സംഭവിക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിയെക്കുറിച്ച് വിമർശനമുയർത്തിക്കൊണ്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുവാൻ ശ്രമിക്കുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയനാണ്. ഇവിടെയും ഇദ്ദേഹം പറയുന്നത് എന്താണ്? എൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 1.5 മണിക്കൂർ കറണ്ട് പോയിരുന്നു, വൈദ്യുതി കട്ടുണ്ടായിരുന്നു എന്നെല്ലാമാണ്. അദ്ദേഹത്തിന് ഇപ്പോഴും സ്വന്തം കാര്യം മാത്രമാണ് വിഷയം. മറ്റാരുടെയും മറ്റൊരു മലയാളിയുടെയും കാര്യം അദ്ദേഹത്തിനൊരു വിഷയമേ അല്ല. കൊതുകുകടി കൊണ്ടും വീട്ടിൽ അടുപ്പ് പുകയാതെയും തൻ്റെ മകൾക്കും തനിക്കും വേണ്ടി തെരുവിലിറങ്ങിയ CPM പ്രവർത്തകരെ അദ്ദേഹം മറന്നുപോയിരിക്കുന്നു. ഈ നാട്ടിലെ സർവ്വസാധാരണക്കാരായിട്ടുള്ള ആളുകളെ അദ്ദേഹം മറന്നുപോയിരിക്കുന്നു. തൻ്റെ ജീവിത സൗകര്യങ്ങൾ, തൻ്റെ കുടുംബത്തിൻ്റെ ധനസമ്പാദന മാർഗങ്ങൾ, അതുപോലെ തന്നെ തങ്ങളുടെ അഴിമതികൾ മറച്ചുവെക്കുവാനുള്ള ഡീലുകൾ, ഇതുമാത്രമായി അദ്ദേഹത്തിൻ്റെ പരിഗണനകൾ ചുരുങ്ങിപ്പോയിരിക്കുന്നു. ഇത്തരമൊരവസ്ഥയിൽ CPMനെയോ പ്രതിപക്ഷത്തെയോ നയിക്കുവാൻ പിണറായി വിജയൻ ഒട്ടും യോഗ്യനല്ല. കാരണം അദ്ദേഹത്തിന് മറ്റാരോടും പ്രതിബദ്ധതയില്ല എന്നുള്ള വിശദാംശങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.